ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹമുള്ള പരിശുദ്ധ സഭാംഗങ്ങളെ, ഇത് നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദിവസമാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നാം ഓരോ ഏവങ്കേലിയനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഞായറാഴ്ച സന്ധ്യയുടെ ഏവങ്കേലിയനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അത് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടാണ്. കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, കർത്താവേ, ഗുരുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കുവാൻ കഴിയും. കർത്താവ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കുക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വ്രണം നിറഞ്ഞതായ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ സൃഷ്ടാവായ ദൈവം സ്പർശിച്ചപ്പോൾ പൂമേനി പോലെയുള്ള ശരീരമായി തീർന്നു. നമുക്കൊരു കാര്യം വ്യക്തമാണ്, നമ്മുടെ മനസ്സായാലും ശരീരമായാലും എത്രമാത്രം വ്രണങ്ങൾ നിറഞ്ഞതായാലും അവനൊന്ന് തൊട്ടാൽ മതി നമുക്ക് സൗഖ്യം ലഭിക്കും. പലപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നില്ല, ദൈവമേ, നീ എന്നെ ഒന്ന് തൊടണമേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് തൊടുവാൻ. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുക തന്നെ ചെയ്യും. എത്രമാത്രം വ്രണം നിറഞ്ഞ ജീവിതമായാലും അതിനെ പൂമേനി പോലെയുള്ള ശരീരമാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് സുവ്യക്തമാണ്. കർത്താവ് അവനോട് പറയുകയാണ്, ഇനി നീ പോയി മോശയുടെ ന്യായപ്രമാണമനുസരിച്ച് പുരോഹിതനെ കാണിച്ച് ശുദ്ധീകരണ കർമ്മം ചെയ്യുക. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, താൻ വിശ്വസിച്ചു പോകുന്നതായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ തന്നെ അത് മുന്നോട്ട് പോകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പലപ്പോഴും കർത്താവിൽ നമ്മളായിത്തീരുമ്പോൾ പലരും സഭ വിട്ട് അല്ലെങ്കിൽ മറ്റ് കൂട്ടായ്മകൾ വിട്ട് കെട്ടുകൾ വിട്ടെല്ലാം ഞാൻ സ്വതന്ത്രനായി എന്ന് പറഞ്ഞ് മാറിപ്പോവുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നത്, നീ പോയി മോശ കൽപ്പിച്ച പ്രകാരമുള്ള ശുദ്ധീകരണ കർമ്മം ചെയ്യുക. ദേവാലയത്തിലേക്ക് പോകുവാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയതായ അനുഗ്രഹവും സൗഖ്യവും സാക്ഷ്യവും നാം സാക്ഷ്യം നൽകേണ്ടത് ആദ്യം നമ്മുടെ ദേവാലയത്തിലാണ്, നമ്മുടെ സഭയിലാണ്. നമ്മുടെ സഭയിൽ സാക്ഷ്യം നൽകിയ ശേഷം വേണം സമൂഹത്തിലേക്ക് തിരിയുവാൻ. ആ കുഷ്ഠരോഗി വളരെ ആനന്ദസമേതം രോഗിയായിരുന്ന മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ട് പോയി പ്രസംഗിക്കുകയാണ്, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്രണം നിറഞ്ഞ ജീവിതത്തെ സൗഖ്യമാക്കി തന്നവനാണ് അവനെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അവനെ നാം പ്രഘോഷിക്കും. എന്നാൽ അത് പരിശുദ്ധ സഭയിൽ നിന്നായിരിക്കണം. അതാ പറയുന്ന വാക്യം അതാണ്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള ശുദ്ധീകരണം കർമ്മം ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുമല്ലോ. ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ശരീരത്തെ അഴുക്കാക്കി കളയുന്ന സകല മാലിന്യങ്ങളിൽ നിന്നും ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഇന്ന് ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന കുഷ്ഠരോഗി പറയുന്നതുപോലെ ഞങ്ങൾ പറയും, കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ വ്രണങ്ങളെ, എൻ്റെ ശരീരത്തിൻ്റെ വ്രണങ്ങളെ നാഥാ ഒന്ന് സുഖപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതെല്ലാം നന്ദി പറയുന്നു, അനുഗ്രഹിച്ചെല്ലാം നന്ദി പറയുന്നു. ഞങ്ങളെ നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ.